أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ അല്ലാഹുവിന്റെ ഭവനത്തിൽ ഇഅ്തികാഫിന്റെ നിയത്തോടെ ഇരിക്കുന്ന ഈ വൃത്തം അല്ലാഹു സൽക്കരമായി സ്വീകരിക്കട്ടെ. ഈ ഇൽമിന്റെ മജ്ലിസിൽ നാം പറയുന്നതും കേൾക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം എല്ലാവരും ആദ്യമായി നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ആരോടാണ് നമ്മൾക്ക് ഏറ്റവും കടപ്പാടുള്ളത്? ഈ ഭൂമിയിൽ ഖാലിഖായ റബ്ബിന്റെ ശേഷം ആരോടാണ് ഞങ്ങൾക്ക് ഏറ്റവും കടപ്പാടുള്ളത്? ഇതിന്റെ മറുപടിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ ഖുർആനിൽ പറയുന്നു, വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ. അല്ലാഹു എല്ലാ മനുഷ്യന്മാർക്കും അവനല്ലാതെ മറ്റാരെയും ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്ന് നിർബന്ധമാക്കിയിരിക്കുന്നു. പിന്നെ അല്ലാഹു തആല ഖുർആനിൽ പറയുന്നു, വബിൽ വാലിദൈനി ഇഹ്സാനാ. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്ന് അല്ലാഹു കൽപ്പിക്കുകയാണ്. തന്നെ ഇബാദത്ത് ചെയ്യാൻ കൽപ്പിച്ചതിന് ശേഷം അല്ലാഹു കൽപ്പിക്കുകയാണ്, വബിൽ വാലിദൈനി ഇഹ്സാനാ. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം. എങ്ങനെയാണ് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യേണ്ടത്? അതേ ആയത്തിലൂടെ അല്ലാഹു പറയുകയാണ്, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ. നിങ്ങളുടെ ജീവിതകാലത്തിൽ നിങ്ങളുടെ മാതാപിതാക്കൾ അവരുടെ വാർദ്ധക്യത്തിൽ നിങ്ങൾ എത്തിച്ചാൽ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ. നിങ്ങൾ അവരോട് ഛേ എന്ന ഒരു വാക്കും പറയരുത്. വലാ തൻഹർഹുമാ. നിങ്ങൾ അവരോട് ഉച്ചത്തിൽ സംസാരിക്കരുത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. നിങ്ങൾ അവരോട് മാന്യമായ രീതിയിൽ സംസാരിക്കണം. പിന്നീട് അതേ ആയത്തിൽ അല്ലാഹു പറയുന്നു, വഖ്ഫിദ് ലഹുമാ ജനാഹൽ ദുല്ലി മിനർ റഹ്മ. നിങ്ങൾ അവരോട് താഴ്മയുടെയും കരുണയുടെയും ചിറക് താഴ്ത്തി കൊടുക്കണം. അതായത് അവരോട് പെരുമാറുമ്പോൾ താഴ്മയെന്ന നിലക്കും കരുണയെന്ന നിലക്കും പെരുമാറണം. എന്നിട്ട് അവസാനമായി അല്ലാഹു നമ്മോട് കൽപ്പിക്കുകയാണ്, വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ. നാം എല്ലാവരും 5 വക്ത് നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യുന്ന ദുആ ആണ്, വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ. അല്ലാഹുവേ, ഞങ്ങളുടെ ബാല്യകാലത്ത് ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങൾക്ക് എങ്ങനെ കരുണ ചെയ്തുവോ, ഞങ്ങളോട് എങ്ങനെ കരുണ കാണിച്ചുവോ, അതുപോലെ തന്നെ നീ അവരോട് കരുണ കാണിക്കണമെന്ന് ദുആ ചെയ്യാൻ വേണ്ടി അല്ലാഹു നമ്മളോട് കൽപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കൂഫയിലെ ഖാദിയായിരുന്ന ഖിയാസ് ഇബ്നു മുആവിയത്ത് എന്ന് പറയുന്ന ഒരു മശഹൂറായ ഒരു താബിഈ ഉണ്ടായിരുന്നു. തന്റെ എല്ലാ കാര്യത്തിലും അള്ളാഹുവിനോട് തവക്കുൽ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഖിയാസ് തങ്ങൾ. അങ്ങനെ ഒരു ദിവസം ഖിയാസ് തങ്ങളുടെ പിതാവ് മരണപ്പെട്ടതിന്റെ വാർത്ത കേട്ട് ഖിയാസ് തങ്ങൾ കരയാൻ തുടങ്ങി. കരച്ചൽ നിർത്താൻ സാധിക്കാതെ തന്റെ വീടിന്റെ ഒരു മൂലയിൽ പോയി കരയാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ജനാസയെ സംസ്കരിക്കാൻ വേണ്ടി നാട്ടിന്റെ ആൾക്കാരൊക്കെ ഖിയാസ് തങ്ങളുടെ അടുക്കൽ പോയി പറഞ്ഞു, അല്ലയോ ഖിയാസ് തങ്ങളെ, നിങ്ങൾ എല്ലാ കാര്യത്തിലും അള്ളാഹുവിനോട് തവക്കുൽ ചെയ്യുന്ന വ്യക്തിയല്ലേ? പിന്നെ നിങ്ങളുടെ പിതാവ് അള്ളാഹുവിലേക്ക് യാത്രയായ വിഷയം കേട്ട് ഇത്രയും നേരെ കരയുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഖിയാസ് തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ഇന്നലി ബാബാനി മഫ്തൂഹാനി ഇലൽ ജന്ന വഗുല്ലിക മിൻഹാ ബാബും ബിഫിറാഖി അബിൽ ഹനൂൻ വതബ്ഖീനി അൽഉമ്മുൽ ഹനൂൻ ലിഅദ്ഖുലൽ ജന്ന. ഖിയാസ് തങ്ങൾ ജനങ്ങളോട് പറയുകയാണ്, എനിക്ക് സ്വർഗത്തിലേക്ക് തുറക്കപ്പെട്ട 2 വാതിലുകൾ ഉണ്ടായിരുന്നു. ഒന്ന് ഉമ്മ എന്ന വാതിലും ഇണന്നു ഉപ്പ എന്ന വാതിലും. പക്ഷേ എന്റെ പിതാവ് മരണപ്പെട്ടതോടുകൂടെ ആ പിതാവ് എന്ന സ്വർഗത്തിന്റെ വാതിൽ എന്നിലേക്ക് അടക്കപ്പെട്ടു. പക്ഷേ ഇപ്പോൾ എന്റെ ഉമ്മ എന്ന സ്വർഗത്തിന്റെ വാതിൽ മാത്രമാണ് എനിക്കുള്ളത്. പ്രിയപ്പെട്ട ജനങ്ങളെ, ഈ ചരിത്രത്തിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കാം, ഉപ്പയെയും ഉമ്മയെയും അവർക്ക് കരുണ ചെയ്യുന്നത് കൊണ്ട് നമ്മളിലേക്ക് സ്വർഗത്തിന്റെ വാതിലിലേക്ക് എത്താൻ സാധിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. വളരെ ദാനവും ധർമ്മവും ചെയ്യുന്ന ധർമ്മിഷ്ഠനായ ഒരു സ്വഹാബിയായിരുന്നു. അങ്ങനെ അൽഖമ റളിയല്ലാഹു അൻഹു പെട്ടെന്നുള്ള ഒരു രോഗം പിടിച്ച് മരണശയ്യയിൽ സക്കറാത്തിന്റെ നോവുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എൻ്റെ ഭർത്താവ് മരണശയ്യയിലാണ്, താങ്ങൊന്ന് വന്ന് എൻ്റെ ഭർത്താവിനെ സന്ദർശിക്കണം. ഇത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനെയും ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയും അമ്മാർ റളിയല്ലാഹു അൻഹുവിനെയും അൽഖമ റളിയല്ലാഹു അൻഹു അടുക്കലേക്ക് അയച്ചു. അങ്ങനെ ഈ മൂന്ന് സ്വഹാബിമാർ അൽഖമ റളിയല്ലാഹു അൻഹു അടുക്കൽ വന്ന് പറഞ്ഞു, യാ അൽഖമ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അലിയാർ തങ്ങൾ അൽഖമയോട് പറയുകയാണ്, കലിമത്തു തൗഹീദ് ഉച്ചരിക്കാൻ പറയുകയാണ്, കലിമത്തു തൗഹീദ് ചൊല്ലിക്കൊടുക്കുകയാണ്. പക്ഷേ അൽഖമ റളിയല്ലാഹു അൻഹു നാവ് ചലിക്കുന്നില്ല, കലിമത്തു തൗഹീദ് പറയാൻ സാധിക്കുന്നില്ല. ഈ വിഷയം അറിഞ്ഞ അലിയാർ തങ്ങൾ ബിലാൽ തങ്ങളോട് പറഞ്ഞു, ബിലാലെ നബി തങ്ങളുടെ അടുക്കൽ പോയി ഈ കാര്യം പറയണം. അങ്ങനെ ബിലാൽ തങ്ങൾ നബി തങ്ങളുടെ അടുക്കൽ വന്ന് ഈ കാര്യം പറഞ്ഞു. അപ്പോൾ ബിലാൽ തങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അൽഖമയ്ക്ക് മാതാവോ പിതാവുണ്ടോ? അപ്പോൾ ബിലാൽ തങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ട് കുറേ വർഷങ്ങളായി, പക്ഷെ ഇപ്പോൾ ഒരു വൃദ്ധയായ ഒരു ഉമ്മ ഉണ്ട്. അങ്ങനെ ആ ഉമ്മയെ നബി തങ്ങളുടെ ഹദ്റത്തിലേക്ക് വിളിക്കപ്പെട്ടു. അങ്ങനെ ആ ഉമ്മയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നിങ്ങളുടെ മകന്റെ സ്വഭാവം എങ്ങനെയാണ്, ഒന്ന് പറഞ്ഞു തരാമോ? അപ്പോൾ ആ ഉമ്മ പറയുകയാണ്, എൻ്റെ മകൻ എല്ലാ നിസ്കാരവും കൃത്യസമയത്ത് നിസ്കരിക്കുന്നവനാണ്, എല്ലാ നോമ്പും നോൽക്കുന്നവനാണ്, കണക്കില്ലാത്തത്ര ദാനം ചെയ്യുന്നവനാണ്, വളരെ ധർമ്മിഷ്ഠനായ ഒരു വ്യക്തിയാണ്. ഇത് കേട്ട ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ആ ഉമ്മയോട് ചോദിച്ചു, അപ്പോൾ നിങ്ങളുടെയും നിങ്ങളുടെ മകന്റെയും ഇടയിലുള്ള സംബന്ധം എങ്ങനെയാണ്, നിങ്ങളുടെ മകനിലുള്ള ബന്ധം എങ്ങനെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉമ്മയോട് ചോദിച്ചപ്പോൾ ആ ഉമ്മ പറഞ്ഞു, എൻ്റെ മകൻ എനിക്ക് എല്ലാ സൗകര്യവും ചെയ്തു തരുന്നവനാണ്, പക്ഷേ ചിലപ്പോൾ അവൻ്റെ ഭാര്യയുടെ വാക്ക് കേട്ട് എൻ്റെ മനസ്സ് വേദനിപ്പിക്കുന്നവനാണ്. ഇത് കേട്ട ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിലാൽ തങ്ങളോട് പറഞ്ഞു, യാ ബിലാൽ അജിബുൽ ഹതബൻ യുഹർരിഖ അൽഖമ. ഓ ബിലാലെ, പോയി വിറകുകളെ കൊണ്ടുവരുക, അൽഖമയെ കത്തിക്കാൻ വേണ്ടി വിറകുകളെ കൊണ്ടുവരുക. ഇത് കേട്ട ഉടനെ ആ ഉമ്മ പൊട്ടിക്കരയാൻ തുടങ്ങി. അല്ലയോ നബി തങ്ങളെ, എൻ്റെ കരയിന്റെ കഷ്ണമായ എൻ്റെ മകനെ നിങ്ങൾ തീയിലിട്ട് കത്തിക്കുകയാണോ? അപ്പോൾ പ്രവാചകൻ മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു, ഓ ഉമ്മ, നിങ്ങൾ നിങ്ങളുടെ മകനേക്ക് പുറത്തു കൊടുത്തില്ലെങ്കിൽ അവൻ കാലാകാലം നരകത്തിൽ വെന്തുറകും. ഇത് കേട്ട ഉടനെ ആ ഉമ്മ പറഞ്ഞു, എന്നെങ്കിൽ ഞാൻ എൻ്റെ മകന് പുറത്തു കൊടുക്കുകയാണ്. ഇങ്ങനെ പുറത്തു കൊടുത്തതിന് അല്പസമയം ശേഷം അൽഖമ റളിയല്ലാഹു അൻഹു കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് അവിടുന്ന് വഫാത്തായി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു സ്വഹാബി മാതാപിതാക്കളുടെ തൃപ്തിയില്ലാത്ത രീതിയിൽ ഇങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ എങ്ങനെയായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു ഹദീസിൽ പറയുന്നു, റിദർ റബ്ബി ഫീ റിദൽ വാലിദൈൻ വസുഖ്തുർ റബ്ബി ഫീ സുഖ്തിൽ വാലിദൈൻ. നിശ്ചയം മാതാപിതാക്കളുടെ തൃപ്തിയാണ് അല്ലാഹുവിന്റെ തൃപ്തി, മാതാപിതാക്കളുടെ കോപമാണ് അല്ലാഹുവിന്റെ കോപം. നാം എല്ലാവർക്കും നമ്മളുടെ മാതാപിതാക്കൾക്ക് തൃപ്തി കരസ്ഥമാക്കി അല്ലാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ.